ഹലോ. അപ്പോൾ മോനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് കാണിച്ചതായി വെച്ചു. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റത്തെ ഡൈനിങ് ചെയറാണ്, ബേബി ഡൈനിങ് ചെയറാണ്. അവനക്ക് നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് അടിപൊളി സാധനം കേട്ടോ. അവനക്ക് നമ്മളെ കൂടെ തന്നെ ടേബിളിന് സെറ്റായിട്ട് തന്നെ വെക്കാം. ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഇതാക്കാം. പിന്നെ ഇതൊക്കെ അവരുടെ വികാരക്കാനുള്ള സുരക്ഷയ്ക്കുള്ള ആ ഒരു സെറ്റിങ്സൊക്കെ ആണ്. പിന്നെ അത് കാല് വെക്കാനുള്ള ആ ഒരു സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സൈക്കിളാണ്. ഇത് അവന് കുറച്ചും കൂടി വലുതാവണം കേട്ടോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നല്ല അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ലൊരു കളറിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിലെഴുതിയിട്ടുള്ളത് ഒരു 50 കിലോ വെയിറ്റൊക്കെ പോകുന്നതാണ്. പിന്നെ അടുത്തത് ഈ ഒരു ജംഗിൾ ഒരു ബൈക്കാട്ടോ, ഒരു വണ്ടി. ഇത് സെറ്റ് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ഓരോ പാർട്സ് ആയിട്ടാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ടയർ അങ്ങനത്തെ ഓരോന്നും ഇതൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. അപ്പോൾ നേരത്തെ ബോക്സിൽ തന്നെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, അതേമാതിരി ആയി കിട്ടും കേട്ടോ. ഇതൊക്കെ പിന്നെ അതിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഒരു ഊഞ്ഞാല കേട്ടോ, ഒരു തുണിയിൽ ക്ലോത്തിൽ വരുന്ന ഒരു ഊഞ്ഞാല. അവനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ഗിഫ്റ്റാട്ടോ ഊഞ്ഞാല കിട്ടുന്നത്. അവനക്ക് ഇതിന് മുന്നേ കാണാൻ വരുന്ന സമയത്ത്, പ്രസവിച്ച സമയത്ത് കാണാൻ വരുമ്പോൾ ഒരു ഊഞ്ഞാല കിട്ടീന്. അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചേന് കേട്ടോ. പിന്നെ രണ്ടാമതാണ് അവനക്ക് ഊഞ്ഞാല കിട്ടണേ. സെയിം സാധനം തന്നെ, ഇങ്ങനത്തെ തന്നെ. അപ്പോൾ ഇതും നല്ല ഉപകാരമായിട്ട് ഊഞ്ഞാൽ നമ്മൾ ഓരോ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ അങ്ങനെ ഇരുത്തിയിട്ടാൽ അതില്ല. പിന്നെ പ്ലാസ്റ്റിക് സ്റ്റോറേജ് ക്യാബിനറ്റ് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ 2 ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊരു 6 ബോക്സ് വരെ അങ്ങനെ ആക്കാം. നമ്മളിപ്പോൾ ഒരു 2 ബോക്സ് ഇങ്ങനെ 3 ബോക്സ് അങ്ങനെ ഇതേ രീതിയിലുമായിട്ട് ഉണ്ടാക്കിയെടുക്കണേ. പിന്നെ നിലത്ത് വെക്കുന്നില്ല ഞങ്ങളിത് സ്റ്റോറേജ് അലമാറിൻ്റെ മുകളിൽ വെക്കാൻ. ഇതൊക്കെ പിന്നെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ അതിൽ വരുന്ന ഷീറ്റുകളാട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ആനിമൽസിൻ്റെ ചിത്രമൊക്കെ ഉള്ളത് ആണ് മെയിനായിട്ട് ഇത് ഡോറായിട്ട് വരുന്നത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സൊക്കെയാണ്. പിന്നെ ഒരു ടോയ്, ഒരു വണ്ടി കേട്ടോ, റൈഡ് ഓൺ പറഞ്ഞിട്ട്. ഇത് ബേക്കിൽ നമ്മളിങ്ങനെ അവനെ താങ്ങി കൊടുക്കുക. ഒരു ഇത് കണ്ടില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് വേണമെങ്കിൽ ഊരിയൊക്കെ കേട്ടോ. ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു വണ്ടി കേട്ടോ ഈ ഒരു സംഭവം. ഇത് നേരത്തെ ഞാൻ കാണിച്ചത് ഈ സെയിം കളറാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ബേക്കിൽ ആ ഒരു പിടുത്തമില്ല, ബാക്കിയൊക്കെ ഒരു കളറ് ഇതൊക്കെയാണ്. പിന്നെ ചെറിയൊരു മാറ്റം അത്രയും കേട്ടോ. പിന്നെ ഇത് ഇവിടെയും കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും തോന്നുന്നു. അങ്ങനെ സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ സോങ് ഉണ്ട് കേട്ടോ. പിന്നെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സൈക്കിളാണ്. ഇത് അവന് കുറച്ചും കൂടി വലുതാവണം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മുന്നിൽ കൊട്ടൊക്കെ ഉണ്ട്, ബേക്കിലും കൊട്ടൊക്കെ അയച്ച് ഇങ്ങനെ നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഇതാക്കണ ഈ ഒരു കാറ്. പിന്നെ ഈ ഒരു പാട്ട് പാടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 ഉണ്ട്, ഒരു ക്യൂബും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെടി മാതിരി സംഭവിച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അത് പറയുകയും ചെയ്യും. പിന്നെ ഡാൻസ് കളിക്കും, പിന്നെ പാട്ടൊക്കെ പാടും കേട്ടോ. പിന്നെ ഇതാക്കുന്ന ഒരു അലമാറാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് അവൻ്റെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇതിൽ ഇതാക്കാം. വെള്ളൊരു സിബുണ്ട്, പിന്നെ അതായിട്ട് ഇങ്ങനെ ഒരു സിബാണ്. അത് 6 തട്ട് വരുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റോറേജുള്ള ഒരു സംഭവമാണ്. ഇത് മിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ. പിന്നെ ഉള്ളത് ഒരു മിററാണ്, നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ളതാട്ടോ. ഞങ്ങൾ മൂന്നാളും നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ഗിഫ്റ്റ് തന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഞങ്ങൾ അറിയാണ്ട് തന്നെ, ഞങ്ങൾ അറിഞ്ഞില്ല. എൻ്റെ നാത്തൂനോടൊക്കെ ചോദിച്ചിട്ട് ഫോട്ടോ സംഘടിപ്പിച്ചാട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെയുള്ള ഇതായിരുന്നു ഈ ഒരു ജീപ്പാണ്. അതിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നല്ല സോങ്, സ്റ്റോറി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ. പിന്നെ റിമോട്ട് കൺട്രോൾ ചെയ്യാം, അല്ലാണ്ട് തന്നെ അതിൽ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ അവന് യൂസ് ചെയ്യാനുള്ള ഒരു പ്രായമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു റിമോട്ടിൽ കൺട്രോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോ മോനിക്ക് കിട്ടിയ ടോയ്സൊക്കെ. പിന്നെ കുറേ ഡ്രസ്സാട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടീം വരുമ്പോൾ കേക്കിന് കൊണ്ടുവന്നിരുന്നത്.
പിന്നെ നമ്മളെ ടോപ്പിലുള്ള ഫസ്റ്റ് ഒരു കേക്ക് അത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന കേട്ടോ. പിന്നെ താഴത്തുള്ളൊരു കേക്ക് അത് ഞാൻ തന്നെ മേക്ക് ചെയ്ത കേക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.